അവിടെ കട്ടു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആരൊക്കെ ചേർന്നാണ് കട്ടത്, ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി പറയുന്നത് ഗൂഢാലോചനയാണെന്ന്. 2019 ഗൂഢാലോചന നടത്തി 2025 അയ്യപ്പ സംഗമം, ആഗോള സംഗമം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ബാലിശമായ പ്രതികരണം ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുകയാണ്. എനിക്കൊരു കാര്യമുള്ളൂ, ഇന്നിപ്പോൾ പത്മകുമാറിനെ അടക്കം ഭരണസമിതിയെ പ്രതികളാക്കിയിരിക്കുന്നത്. ഈ 3 ദിവസം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അവർ സോഷ്യൽ മീഡിയയെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇത് INTUCയുടെ നേതാക്കന്മാർ, ചില മാധ്യമങ്ങൾ പോലും ചർച്ച നടത്തുന്ന ഞാൻ കേട്ടു. INTUCയുടെ നേതാക്കന്മാർ കട്ടു എന്നാണ് പറഞ്ഞത്. അന്നേ ഞാൻ വിചാരിച്ചു, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, വാസവൻ മന്ത്രിയായിരിക്കുമ്പോൾ INTUCയുടെ നേതാക്കന്മാർക്ക് യഥേഷ്ടം കക്കാമെങ്കിൽ ഇവരൊക്കെ വേറെ പണിക്കാണ് പോകേണ്ടത്. ഈ ഭരണമെന്ന് പറഞ്ഞ് പറ്റത്തില്ല. അന്നേരം ഓരോ ദിവസം കഴിയും തോറും ദുരൂഹത വർദ്ധിക്കുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞത്, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് പറയേണ്ടി വന്നു എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇവരുടെ രക്ഷയ്ക്ക് എത്തുന്നതെന്ന്. സുരേഷല്ലേ പറഞ്ഞത്. സുരേഷ് പറഞ്ഞ് എപ്പോഴൊക്കെ പിണറായി വിജയൻ പ്രതിസന്ധിയിലായാലും അന്നേരം ED വരും, ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി ED വരുമെന്ന് പറയുന്നു. ഇപ്പോഴും അതിന് സമാനമായ നിലയിൽ ED വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ED വരുന്നത് പിണറായി വിജയന് സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ. മാത്രവുമല്ല, ഇതിൻ്റെ മുൻപ് കാലങ്ങളിൽ ED വന്നു, അന്നേരം ഒരു ഇരയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ഇരയുടെ പരിവേഷത്തോടുകൂടി പിണറായി വിജയൻ ജനങ്ങളെ സമീപിക്കുന്നു, പലർക്കും സിമ്പതി തോന്നുന്നു, പിണറായിക്ക് അനുകൂലമായി തോന്നുന്നു. ഈ നാടകം ഇനിയും കേരളത്തിൽ നടക്കത്തില്ല. എന്തിനാണ് പിണറായി വിജയൻ അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടത് എന്നുള്ളൊരു വിശദീകരണം പോലും തരാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഈ നാടകം എല്ലാം, അതിനോടൊപ്പം മകൻ്റെ 2.5 വർഷക്കാലമായി പൂഴ്ത്തി വെച്ച EDയുടെ സമൻസും എല്ലാം കേരളത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്.